ഓം ശാന്തി 27/9/2025 പ്രഭാതമുരളി മധുബൻ. മധുരമായ കുട്ടികളെ, നിങ്ങളിപ്പോൾ സത്യമായ പാഠശാലയിലാണ് ഇരിക്കുന്നത്. ഇത് സത്സംഗവുമാണ്. ഇവിടെ നിങ്ങളെ അക്കരെ എത്തിക്കുന്ന സത്യമായ ബാബയുടെ കൂട്ട് ലഭിച്ചിരിക്കുകയാണ്. ചോദ്യം: കർമ്മക്കണക്കുകളുടെ കളിയെക്കുറിച്ച് മനുഷ്യർ മനസ്സിലാക്കുന്നതും നിങ്ങൾ മനസ്സിലാക്കുന്നതും തമ്മിൽ എന്ത് വ്യത്യാസമാണ് ഉള്ളത്? ഉത്തരം: ഈ ദുഃഖത്തിന്റെയും സുഖത്തിന്റെയും കളിയിൽ ഈ സുഖദുഃഖങ്ങൾ എല്ലാം പരമാത്മാവ് തന്നെയാണ് നൽകുന്നത് എന്നാണ് മനുഷ്യർ കരുതുന്നത്. എന്നാൽ നിങ്ങൾ കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്, ഇതോരോ ആത്മാക്കളുടെയും കർമ്മങ്ങളുടെ കണക്കിന്റെ കളിയാണ്. ബാബ ആർക്കും ദുഃഖം നൽകുന്നില്ല. ബാബ വരുന്നത് തന്നെ സുഖത്തിന്റെ വഴി പറഞ്ഞു തരാനാണ്. ബാബ പറയുന്നു, കുട്ടികളെ, ഞാൻ ആരെയും ദുഃഖിയാക്കി മാറ്റിയിട്ടില്ല. ഇത് നിങ്ങളുടെ തന്നെ കർമ്മത്തിന്റെ ഫലമാണ്. ഗീതം: ഈ പാപത്തിന്റെ ലോകത്തിൽ നിന്നും. ഓം ശാന്തി. മധുരമധുരമായ ആത്മീയ കുട്ടികൾ, ഗീതം കേട്ടുവല്ലോ. ആരെയാണ് വിളിക്കുന്നത്? അച്ഛനെ. ബാബ വന്ന് ഈ പാപത്തിന്റെ കലിയുഗി ലോകത്തിൽ നിന്നും സത്യയുഗി പുണ്യ ലോകത്തിലേക്ക് കൊണ്ടുവരൂ. ഇപ്പോൾ ജീവാത്മാക്കൾ എല്ലാവരും കലിയുഗികളാണ്. അവരുടെ ബുദ്ധി മുകളിലേക്ക് പോകുന്നു. ബാബ പറയുന്നു, ഞാൻ എന്താണോ എങ്ങനെയാണോ അതുപോലെ ആരും എന്നെ അറിയുന്നില്ല. ഋഷി മുനിമാരും പറയുന്നു, ഞങ്ങൾക്ക് രചയിതാവായ അധികാരിയെ, അർത്ഥം പരിധിയില്ലാത്ത അച്ഛനെയും അവരുടെ പരിധിയില്ലാത്ത രചനയുടെ ആദിമധ്യ അന്ത്യത്തെയും അറിയില്ല. ആത്മാക്കൾ എവിടെയാണോ ഇരിക്കുന്നത് അതാണ് ബ്രഹ്മമഹത്തത്വം. അവിടെ സൂര്യനോ ചന്ദ്രനോ ഒന്നുമില്ല. മൂലവതനത്തിലും ഉണ്ടാകില്ല, സൂക്ഷ്മവതനത്തിലും ഉണ്ടാകില്ല. ബാക്കി ഈ സ്റ്റേജിൽ പ്രകാശം വേണമല്ലോ. അതിനാൽ ഈ സ്റ്റേജിന് രാത്രിയിൽ ചന്ദ്രനും നക്ഷത്രങ്ങളും, പിന്നെ പകലിൽ സൂര്യനും പ്രകാശം നൽകുന്നു. ഇത് വിളക്കുകളാണ്. ഈ വിളക്കുകൾ ഉണ്ടായിട്ടും അന്ധകാരമാണ് എന്ന് പറയുന്നു. രാത്രിയിൽ പിന്നെയും വിളക്ക് കത്തിക്കേണ്ടതായി വരുന്നു. സത്യത്രേതായുഗത്തെ പകലെന്നും ദ്വാപര കലിയുഗത്തെ രാത്രിയെന്നും പറയുന്നു. ഇതും മനസ്സിലാക്കേണ്ട കാര്യമാണ്. പുതിയ ലോകം തീർച്ചയായും പിന്നീട് പഴയതായി മാറും. പിന്നീട് പുതിയതാകുമ്പോൾ തീർച്ചയായും പഴയത് വിനാശമാകും. ഇത് പരിധിയില്ലാത്ത ലോകമാണ്. രാജാക്കന്മാരുടെ വീടും കൊട്ടാരവുമെല്ലാം വളരെ വലുതായിരിക്കും. ഇത് പരിധിയില്ലാത്ത വീടാണ്, വേദിയാണ് അഥവാ സ്റ്റേജാണ്. ഇതിനെ കർമ്മക്ഷേത്രം എന്നും പറയാറുണ്ട്. കർമ്മം തീർച്ചയായും ചെയ്യണം. എല്ലാ മനുഷ്യരുടെയും കർമ്മക്ഷേത്രം ഇത് തന്നെയാണ്. എല്ലാവർക്കും കർമ്മം ചെയ്യുക തന്നെ വേണം, പാർട്ട് അഭിനയിക്കുക തന്നെ വേണം. പാർട്ട് ഓരോ ആത്മാക്കൾക്കും ആദ്യം തന്നെ ലഭിച്ചിട്ടുള്ളതാണ്. നിങ്ങളിലും ചിലർക്കേ ഈ കാര്യങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കൂ. വാസ്തവത്തിൽ ഇത് ഗീതാ പാഠശാലയാണ്. പാഠശാലയിൽ എപ്പോഴെങ്കിലും പ്രായമായവർ പഠിക്കാറുണ്ടോ? ഇവിടെയാണെങ്കിൽ വൃദ്ധർ, യുവാക്കൾ എന്നിങ്ങനെ എല്ലാവരും പഠിക്കുന്നുണ്ട്. വേദങ്ങളുടെ പാഠശാല എന്ന് പറയില്ല. അവിടെ ലക്ഷ്യമൊന്നും ഉണ്ടാകില്ല. നമ്മൾ ഇത്രയും വേദശാസ്ത്രങ്ങൾ പഠിക്കുന്നു, ഇതിലൂടെ എന്തായി മാറും ഇതറിയില്ല. സത്യം ഒരേ ഒരു ബാബയാണ്. ഇതിനെക്കുറിച്ചാണ് പറയുന്നത്, നല്ല സംഘം ഉയർത്തും, മോശമായ സംഘം താഴേക്ക് വീഴ്ത്തും എന്ന്. കലിയുഗി മനുഷ്യരുടെ സംഘമാണ് കുസംഘം. സത്യമായ സംഘം ഒന്നു മാത്രമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നു. മുഴുവൻ സൃഷ്ടിയുടെയും ആദിമധ്യ അന്ത്യത്തിന്റെ ജ്ഞാനം ബാബ എങ്ങനെയാണ് നൽകുന്നത്? നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവണമല്ലോ. നിങ്ങൾ സത്യമായ പാഠശാലയിലാണ് ഇരിക്കുന്നത്. ബാക്കിയുള്ളതെല്ലാം അസത്യമായ പാഠശാലകളാണ്.
ആ സത്സംഗങ്ങളിൽ നിന്ന് ഒന്നും ആവാൻ സാധിക്കില്ല. സ്കൂൾ കോളേജുകളിൽ നിന്നാണെങ്കിൽ പിന്നെയും എന്തെങ്കിലും ആയിട്ടാണ് പുറത്തു വരുന്നത്. എന്തുകൊണ്ടെന്നാൽ പഠിക്കുന്നുണ്ട്, ബാക്കി എവിടെയും പഠിപ്പില്ല. ഗുരുദ്വാര അർത്ഥം വീട് എന്ന് പറയാമല്ലോ. പടിവാതിൽ തുറക്കുന്നു, അവിടെ ചെന്ന് ശാസ്ത്രങ്ങൾ മുതലായവ പഠിക്കുന്നു. നിങ്ങളുടെ ഗുരുദ്വാര മുക്തി ജീവൻ മുക്തി ധാമമാണ്. സദ്ഗുരു വാതിലാണ്. സദ്ഗുരുവിന്റെ പേരെന്താണ്? അകാലമൂർത്തി. സദ്ഗുരുവിനെ അകാലമൂർത്തി എന്ന് പറയുന്നു. അവർ വന്ന് മുക്തി ജീവൻ മുക്തിയുടെ വാതിൽ തുറക്കുന്നു. അകാലമൂർത്തിയല്ലേ? അവരെ കാലന് വിഴുങ്ങാൻ സാധിക്കില്ല. ആത്മാവ് ബിന്ദുവാണ്. അതിനെ കാലൻ എങ്ങനെ കഴിക്കും? ആത്മാവ് ശരീരം ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു. ഒരു ശരീരം ഉപേക്ഷിച്ചു പോയി അടുത്തതെടുക്കും. എങ്കിൽ പിന്നെ കരയേണ്ട ആവശ്യം എന്താണ്? പക്ഷെ മനുഷ്യർ ഇത് മനസ്സിലാക്കുന്നില്ലല്ലോ. ഇത് നിങ്ങൾക്കറിയാം, ഡ്രാമ അനാദിയായിട്ടുള്ളതാണ്. ഓരോരുത്തർക്കും പാർട്ട് അഭിനയിക്കുക തന്നെ വേണം. ബാബ മനസ്സിലാക്കി തന്നിട്ടുണ്ട്, സത്യയുഗത്തിൽ നഷ്ടമോഹയാണ്. മോഹജീത്തിന്റെയും കഥയുണ്ടല്ലോ. പണ്ഡിതർ കേൾപ്പിക്കുന്നു, മാതാക്കളും കേട്ട് കേട്ട് പിന്നീട് കേൾപ്പിക്കുന്നതിനായി ഗ്രന്ഥവും എടുത്ത് ഇരിക്കും. വളരെ പേർ വന്ന് കേൾക്കുന്നു. അതിനെയാണ് കർണരസം എന്ന് പറയുന്നത്. ഡ്രാമ പ്ലാൻ അനുസരിച്ച് മനുഷ്യർ ഞങ്ങളുടെ ദോഷം എന്താണ് എന്ന് ചോദിക്കും. ബാബ പറയുന്നു, ദുഃഖത്തിന്റെ ലോകത്തിൽ നിന്ന് കൊണ്ടുപോകൂ എന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ വിളിക്കുന്നു. ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നു, എങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കണമല്ലോ. അച്ഛനിരുന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കി തരുന്നു. നല്ല മതം ലഭിക്കുമ്പോൾ അത് അനുസരിക്കണമല്ലോ. നിങ്ങളുടെ കുറ്റവുമല്ല. ഇതും ഡ്രാമയായിരുന്നു. രാമരാജ്യത്തിന്റെയും രാവണ രാജ്യത്തിന്റെയും കളി ഉണ്ടാക്കിയിരിക്കുകയാണ്. കളിയിൽ ചിലർ തോൽക്കുന്നുവെങ്കിൽ അതവരുടെ കുറ്റമാണോ? തോൽവിയും ജയവും ഉണ്ടാകുന്നു. ഇതിൽ യുദ്ധത്തിന്റെ കാര്യമില്ല. നിങ്ങൾക്ക് സാമ്രാജ്യമുണ്ടായിരുന്നു. ഇതും മുൻപ് നിങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഇപ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. ആരാണോ സേവനയുക്തർ അവരുടെ പേര് പ്രശസ്തമാകും. ഡൽഹിയിൽ മനസ്സിലാക്കി കൊടുക്കുന്നതിൽ ഏറ്റവും പ്രശസ്തൻ ആരാണ് എങ്കിൽ പെട്ടെന്ന് ജഗദീഷിന്റെ പേര് പറയും. നിങ്ങൾക്കായി മാഗസീനും ഇറക്കുന്നു. അതിലെല്ലാം വരുന്നുണ്ട്. അനേക പ്രകാരത്തിലുള്ള പോയിന്റ്സ് എഴുതുന്നു. ബ്രിജ് മോഹനും എഴുതുന്നുണ്ട്. എഴുതുക എന്നത് അമ്മായിയുടെ വീട്ടിൽ പോകുന്ന പോലെ അത്ര എളുപ്പമൊന്നുമല്ല. തീർച്ചയായും വിചാരസാഗര മന്ഥനം ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ സേവനം ചെയ്യുന്നു. എത്ര പേർ വായിച്ച് സന്തോഷിക്കുന്നു. കുട്ടികൾക്ക് നവോന്മേഷം ലഭിക്കുന്നു. ചിലർ പ്രദർശനികളിൽ തലയിട്ടുടയ്ക്കുന്നു. ചിലരാണെങ്കിൽ കർമ്മബന്ധനത്തിൽ കുടുങ്ങിയിരിക്കുകയാണ്. അതിനാൽ അത്രയ്ക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഇതും പറയാം ഡ്രാമയെന്ന്. അബലകളിലും അത്യാചാരം നടക്കുന്നതിന്റെ പാർട്ട് ഇതിലുണ്ട്. ഇങ്ങനെയുള്ള പാർട്ട് എന്തിനാണ് അഭിനയിക്കുന്നത്? ഈ ചോദ്യമേ ഉദിക്കുന്നില്ല. ഇത് അനാദിയായ പൂർവനിശ്ചിത നാടകമാണ്. അതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയുള്ള പാർട്ട് അഭിനയിക്കാൻ ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു എന്ന് ചിലർ ചോദിക്കാറുണ്ട്. ഇപ്പോൾ കുറ്റത്തിന്റെ കാര്യമേ ഇല്ല. ഇത് പാർട്ടാണ്. അബലകൾ ആരെങ്കിലും അന്യായം നേടുന്നതിന് നിമിത്തമാകും. അങ്ങനെയെങ്കിൽ എല്ലാവരും എന്തുകൊണ്ടാണ് എനിക്ക് ഈ പാർട്ട് എന്ന് ചോദിക്കും. ഇല്ല, ഇത് മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട അനശ്വരമായ നാടകമാണ്. പുരുഷന്മാരുടെ നേർക്കും അത്യാചാരം ഉണ്ടാകുന്നു. ഈ കാര്യങ്ങളിൽ എത്ര സഹനശീലത പാലിക്കേണ്ടതായി വരുന്നു. വളരെയധികം സഹനശീലത ആവശ്യമാണ്. മായയുടെ വിഘ്നങ്ങൾ അനേകമുണ്ടാകും. വിശ്വത്തിന്റെ ചക്രവർത്തി പദവി നേടുമ്പോൾ അല്പം പരിശ്രമവും ചെയ്യണമല്ലോ. ഡ്രാമയിൽ ആപത്തുകളും പ്രശ്നങ്ങളും എത്രയാണ്. അബലകൾക്ക് നേരെ അത്യാചാരം എന്നെഴുതിയിട്ടുണ്ട്.
രക്തത്തിന്റെ നദികളും ഒഴുകും. എവിടെയും സുരക്ഷിതത്വം ഉണ്ടാകില്ല. ഇപ്പോഴാണെങ്കിൽ അതിരാവിലെ ക്ലാസ് കേൾക്കാൻ സെന്ററിലേക്ക് പോകുന്നുണ്ട്. നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ പോലും സാധിക്കാത്ത തരത്തിലുള്ള സമയവും വരും. ദിനം പ്രതിദിനം ലോകം മോശമായി കൊണ്ടിരിക്കുന്നു. ഇനിയും മോശമാകും. ദുഃഖത്തിന്റെ ദിനങ്ങൾ വളരെ ശക്തമായി വരും. അസുഖം മുതലായവ വരുമ്പോൾ, ദുഃഖമുണ്ടാകുമ്പോൾ ഭഗവാനെ ഓർമ്മിക്കുന്നു, വിളിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഇനി കുറച്ചു ദിവസങ്ങളെ ബാക്കിയുള്ളൂ. പിന്നീട് തീർച്ചയായും നമ്മൾ നമ്മുടെ ശാന്തിധാമത്തിലേക്കും സുഖധാമത്തിലേക്കും പോകും. ലോകത്തിനാണെങ്കിൽ ഇതുപോലും അറിയില്ല. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് അനുഭവപ്പെടുന്നില്ലേ? ഇപ്പോൾ ബാബയെ പൂർണമായും അറിഞ്ഞു കഴിഞ്ഞു. അവരെല്ലാവരും കരുതുന്നത് പരമാത്മാവ് ലിംഗമാണ് എന്നാണ്. ശിവലിംഗത്തിന്റെ പൂജയും ചെയ്യുന്നു. നിങ്ങൾ ശിവക്ഷേത്രങ്ങളിലേക്ക് പോകുമായിരുന്നു. ശിവലിംഗം എന്തു വസ്തുവാണ് എന്നത് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അത് ജഡമാണെങ്കിൽ തീർച്ചയായും ചൈതന്യവും ഉണ്ടാകും. ഇതെല്ലാം എന്താണ്? ഭഗവാൻ മുകളിലുള്ള രചയിതാവാണ്. ഇതവരുടെ അടയാളമാണ്, കേവലം പൂജിക്കുന്നതിനായി മാത്രമുള്ളത്. പൂജ്യനാണെങ്കിൽ പിന്നെ ഈ വസ്തുക്കളൊന്നും ഉണ്ടാകില്ല. ശിവകാശിയിലെ ക്ഷേത്രത്തിലേക്ക് പോകുന്നു. ആർക്കെങ്കിലും അറിയാമോ ഭഗവാൻ നിരാകാരനാണ്, നമ്മളും അവരുടെ സന്താനമാണ് എന്നത്? അച്ഛന്റെ കുട്ടികളായിട്ട് പോലും നാം എന്തുകൊണ്ടാണ് ദുഃഖിക്കുന്നത്? ചിന്തിക്കേണ്ട കാര്യമല്ലേ? ആത്മാവ് പറയുന്നു, നാം പരമാത്മാവിന്റെ കുട്ടിയാണ് എന്ന്. എങ്കിൽ നാം എന്തുകൊണ്ട് ദുഃഖിയാകുന്നു? ബാബ സുഖം നൽകുന്നവരല്ലേ? വിളിക്കുന്നുമുണ്ട്, അല്ലയോ ഭഗവാനെ, ഞങ്ങളുടെ ദുഃഖം ഇല്ലാതാക്കൂ. ഭഗവാൻ എങ്ങനെ ഇല്ലാതാക്കും? സുഖദുഃഖങ്ങൾ തന്റെ കർമ്മത്തിന്റെ ഫലമാണ്. മനുഷ്യർ കരുതുന്നു സുഖത്തിന് സുഖവും ദുഃഖത്തിന് ദുഃഖവും നൽകുന്നത് പരമാത്മാവാണെന്ന്. അവരുടെ മേലെ ഇടുന്നു. ബാബ പറയുന്നു, ഞാൻ ഒരിക്കലും ദുഃഖം നൽകുന്നില്ല. ഞാനാണെങ്കിൽ പകുതി കൽപ്പത്തിലേക്ക് സുഖം നൽകിയിട്ട് പോകുന്നു. പിന്നെ ഇത് സുഖ ദുഃഖത്തിന്റെ കളിയാണ്. സുഖത്തിന്റെ മാത്രം കളിയായിരുന്നുവെങ്കിൽ ഈ ഭക്തിയൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഭഗവാനെ കാണാനല്ലേ ഈ ഭക്തിയെല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ ബാബ ഇരുന്ന് മുഴുവൻ വാർത്തകളും കേൾപ്പിക്കുന്നു. ബാബ പറയുന്നു, നിങ്ങൾ കുട്ടികൾ എത്ര ഭാഗ്യശാലികളാണ്. ആ ഋഷി മുനിമാർക്ക് എത്ര പ്രശസ്തിയാണ്. നിങ്ങൾ രാജ ഋഷികളാണ്. അവർ ഹഠയോഗ ഋഷികളാണ്. ഋഷി അർത്ഥം പവിത്രമായവർ. നിങ്ങൾ സ്വർഗത്തിലെ രാജാവാകുകയാണ് എങ്കിൽ പവിത്രമായി തീർച്ചയായും മാറേണ്ടി വരും. സത്യത്രേതായുഗങ്ങളിൽ ആരുടെ രാജ്യമായിരുന്നോ വീണ്ടും അവരുടേതു തന്നെയാവും. ബാക്കി എല്ലാവരും പിന്നാലെ വരും. നിങ്ങളിപ്പോൾ പറയുന്നു, ഞങ്ങൾ ശ്രീമതമനുസരിച്ച് നമ്മുടെ രാജ്യം സ്ഥാപിക്കുകയാണ്. പഴയ ലോകത്തിന്റെ വിനാശം ഉണ്ടാകാനും സമയമെടുക്കുമല്ലോ. സത്യയുഗം വരണം, കലിയുഗം പോകണം. എത്ര വലിയ ലോകമാണ്. ഓരോ നഗരവും മനുഷ്യരെ കൊണ്ട് എത്ര നിറഞ്ഞിരിക്കുന്നു. ധനവാനായ മനുഷ്യർ ലോകം ചുറ്റുന്നു. പക്ഷെ ഇവിടെ മുഴുവൻ ലോകത്തെയും ആർക്കും കാണാൻ സാധിക്കില്ല. ആഹാ, സത്യയുഗത്തിൽ കാണാൻ സാധിക്കും. എന്തുകൊണ്ടെന്നാൽ സത്യയുഗത്തിൽ ഒരേ ഒരു രാജ്യമേ ഉള്ളൂ. വളരെ കുറച്ച് രാജാക്കന്മാരെ ഉണ്ടാവൂ. ഇവിടെ നോക്കൂ, എത്ര വലിയ ലോകമാണ്. ഇത്രയും വലിയ ലോകം ആര് ചുറ്റിക്കറങ്ങും? അവിടെ നിങ്ങൾക്ക് സമുദ്രത്തിലേക്ക് പോകേണ്ടതില്ല. അവിടെ സിലോണും ബർമയുമെല്ലാം ഉണ്ടാവുമോ? ഇല്ല, ഒന്നുമുണ്ടാവില്ല. ഈ കറാച്ചിയും ഉണ്ടാകില്ല. നിങ്ങളെല്ലാവരും മധുരമായ നദിയുടെ തീരത്താണ് വസിക്കുക. കൃഷിയും പാടവുമെല്ലാം ഉണ്ടാകും. സൃഷ്ടി വളരെ വലുതാണ്. മനുഷ്യർ വളരെ കുറച്ചേ ഉണ്ടാകൂ. പിന്നീടാണ് വൃദ്ധിയുണ്ടാകുന്നത്. പിന്നീട് അവിടെ ചെന്ന് തന്റെ രാജ്യം സ്ഥാപിച്ചു. പതുക്കെ പതുക്കെ പിടിച്ചെടുക്കുന്നു.
തന്റെ രാജ്യം സ്ഥാപിക്കുന്നു. ഇപ്പോൾ എല്ലാവരും ഉപേക്ഷിക്കേണ്ടതായി വരും. ആരുടെയും രാജ്യം തട്ടിയെടുക്കാത്ത ഒരേ ഒരു രാജ്യം ഭാരതം മാത്രമാണ്. എന്തെന്നാൽ ഭാരതീയർ വാസ്തവത്തിൽ അഹിംസകരാണല്ലോ. ഭാരതം തന്നെയായിരുന്നു മുഴുവൻ ലോകത്തിന്റെയും അധികാരി. ബാക്കി എല്ലാവരും പിന്നാലെയാണ് വന്നത്. അവർ കഷ്ണം കഷ്ണങ്ങളാക്കി കൊണ്ടുപോയി. നിങ്ങൾ ആരുടെയും രാജ്യം പിടിച്ചെടുത്തിട്ടില്ല. ഇംഗ്ലീഷുകാർ പിടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾ ഭാരതവാസികളെ അച്ഛൻ വിശ്വത്തിന്റെ അധികാരി ആക്കുന്നു. നിങ്ങൾ എവിടെയും പോയിട്ടില്ലല്ലോ. നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിൽ മുഴുവൻ കാര്യങ്ങളും ഉണ്ട്. വൃദ്ധമാതാക്കൾക്ക് ഇത്രയും കാര്യങ്ങൾ മുഴുവനായി മനസ്സിലാക്കാൻ സാധിക്കില്ല. ബാബ പറയുന്നു, നിങ്ങളൊന്നും പഠിച്ചിട്ടില്ല എന്നതും നല്ലതാണ്. പഠിച്ചതെല്ലാം ബുദ്ധിയിൽ നിന്ന് മാറ്റേണ്ടി വരും. ഒരേ ഒരു കാര്യം മാത്രമാണ് ഓർമ്മിക്കേണ്ടത്. മധുരമായ കുട്ടികളെ, അച്ഛനെ ഓർമ്മിക്കൂ. നിങ്ങൾ പറയുമായിരുന്നല്ലോ, ബാബ അങ്ങ് വരികയാണെങ്കിൽ ഞങ്ങൾ ബലിയാകും, സമർപ്പണമാകും എന്ന്. അങ്ങ് പിന്നീട് ഞങ്ങളിൽ ബലിയാകണം. കൊടുക്കൽ വാങ്ങൽ നടക്കാറുണ്ടല്ലോ. വിവാഹ സമയത്ത് വധൂവരൻ പരസ്പരം കൈകളിൽ ഉപ്പ് നൽകാറുണ്ട്. ബാബയോടും പറയുന്നു, ഞങ്ങൾ പഴയതെല്ലാം അങ്ങേക്ക് നൽകുന്നു. മരിക്കുക തന്നെ വേണം. ഇതെല്ലാം അവസാനിക്കാനുള്ളതാണ്. അങ്ങ് പിന്നീട് ഞങ്ങൾക്ക് പുതിയ ലോകത്തിൽ നൽകിയാൽ മതി. ബാബ വരുന്നത് തന്നെ എല്ലാവരെയും കൊണ്ടുപോകാനാണ്. കാലനല്ലേ? സിന്ധിൽ പറയുമായിരുന്നു, എല്ലാവരെയും പേടിപ്പിച്ച് കൂടെ കൊണ്ടുപോകുന്നത് ഏത് കാലനാണ്? നിങ്ങൾ കുട്ടികളാണെങ്കിൽ സന്തോഷിക്കുകയാണ്. ബാബ വരുന്നത് തന്നെ കൊണ്ടുപോകാനാണ്. നമ്മൾ സന്തോഷത്തോടെ നമ്മുടെ വീട്ടിലേക്ക് പോകും. സഹിക്കേണ്ടതായും വരും. നല്ല നല്ല വലിയ വലിയ വീട്ടിലെ മാതാക്കൾ അടികൊള്ളുന്നു. നിങ്ങൾ സത്യമായ സമ്പാദ്യം ഉണ്ടാക്കുന്നു. മനുഷ്യർക്ക് എന്തെങ്കിലും അറിയുമോ? അവർ കലിയുഗി ശൂദ്ര സമ്പ്രദായത്തിലുള്ളവരാണ്. നിങ്ങൾ സംഗമ യുഗികളാണ്. പുരുഷോത്തമരായി മാറുകയാണ്. അറിയാം, ആദ്യ നമ്പറിലെ പുരുഷോത്തമർ ഈ ലക്ഷ്മി നാരായണന്മാരല്ലേ? പിന്നീട് ഡിഗ്രി കുറയുന്നു. മുകളിൽ നിന്നും താഴേക്ക് വന്നുകൊണ്ടിരിക്കും. പിന്നീട് പതുക്കെ പതുക്കെ വീണുകൊണ്ടിരിക്കും. ഈ സമയത്ത് എല്ലാവരും വീണുകഴിഞ്ഞു. വൃക്ഷം പഴയതായി മാറി. തായ് തടി ജീർണിച്ചു കഴിഞ്ഞു. ഇപ്പോൾ വീണ്ടും സ്ഥാപന ആവുകയാണ്. ഫൗണ്ടേഷൻ നിർമ്മിക്കുകയല്ലേ? തൈ എത്ര ചെറുതായിരിക്കും, പക്ഷെ അതിൽ നിന്ന് എത്ര വലിയ വൃക്ഷമാണ് ഉണ്ടാകുന്നത്. ഇതും വൃക്ഷമാണ്. സത്യയുഗത്തിൽ വളരെ ചെറിയ വൃക്ഷമായിരിക്കും. ഇപ്പോൾ എത്ര വലിയ വൃക്ഷമാണ്. മനുഷ്യ സൃഷ്ടിയിൽ വൈവിധ്യമാർന്ന എത്ര പുഷ്പങ്ങളാണ്. ഒരു വൃക്ഷത്തിൽ തന്നെ എത്ര വ്യത്യാസമാണ്. മനുഷ്യ സൃഷ്ടിയുടേത് അനേകം വെറൈറ്റി ധർമ്മങ്ങളുടെ വൃക്ഷമാണ്. ഒരാളുടെ രൂപം അടുത്തയാളുമായി സാമ്യമുണ്ടാകില്ല. പൂർവ്വനിശ്ചിതമായ അനശ്വര നാടകമല്ലേ? ആരുടെയും പാർട്ട് ഒരുപോലെ ആവില്ല. ഇതിനെയാണ് പ്രകൃതിയിലെ മുൻകൂട്ടി നിശ്ചയിച്ച പരിധിയില്ലാത്ത നാടകം എന്ന് പറയുന്നത്. ഇതിലും ഒരുപാട് കൃത്രിമമുണ്ട്. ഏതു വസ്തുവാണോ റിയൽ ആയിരിക്കുന്നത് അത് നശിക്കുന്നു. പിന്നീട് 5000 വർഷങ്ങൾക്ക് ശേഷമേ യാഥാർത്ഥ്യമാകൂ. ചിത്രങ്ങളും കൃത്യമായതൊന്നുമല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. ബ്രഹ്മാവിന്റെയും മുഖം നിങ്ങൾ 5000 വർഷങ്ങൾക്ക് ശേഷം കാണും. ഈ ഡ്രാമയുടെ രഹസ്യം മനസ്സിലാക്കുന്നതിന് വളരെ വിശാല ബുദ്ധി വേണം. ബാക്കി ഒന്നും മനസ്സിലായില്ലെങ്കിലും ഒരു കാര്യം ബുദ്ധിയിൽ വയ്ക്കൂ. ഒരേ ഒരു ശിവബാബ രണ്ടാമതായി ആരുമില്ല. ഇത് ആത്മാവാണ് പറഞ്ഞത്. ബാബ, ഞങ്ങൾ അങ്ങയെ മാത്രമേ ഓർമ്മിക്കൂ. ഇത് സഹജമല്ലേ? കൈകൾ കൊണ്ട് കർമ്മം ചെയ്തുകൊണ്ടിരിക്കൂ. ബുദ്ധി കൊണ്ട് ബാബയെ ഓർമ്മിച്ചുകൊണ്ടിരിക്കൂ. ശരി. വളരെ കാലത്തെ വേർപാടിനു ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും
പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. സഹനശീലമാകുന്ന ഗുണം ധാരണ ചെയ്ത് മായയുടെ വിഘ്നങ്ങളിൽ വിജയിക്കണം. അനേകം ആപത്തുകൾ വരും, അത്യാചാരങ്ങൾ ഉണ്ടാകും. ഇങ്ങനെയുള്ള സമയങ്ങളിൽ സഹിച്ച് ബാബയുടെ ഓർമ്മയിൽ ഇരിക്കണം. സത്യമായ സമ്പാദ്യം ഉണ്ടാക്കണം. 2. വിശാല ബുദ്ധിയായി മാറി പൂർവ്വനിശ്ചിതമായ ഈ നാടകത്തെ നല്ല രീതിയിൽ മനസ്സിലാക്കണം. ഇത് പ്രകൃതിയാ ഉണ്ടായ ഡ്രാമയാണ്. അതിനാൽ ചോദ്യമേ ഉദിക്കുന്നില്ല. ബാബ നൽകുന്ന ശ്രേഷ്ഠമായ മതം എന്താണോ അതനുസരിച്ച് നടക്കണം. വരദാനം: മായാജീത്ത് വിജയി ആകുന്നതിനോടൊപ്പം പരോപകാരിയായി ഭവിക്കട്ടെ. ഇപ്പോൾ വരെയും സ്വമംഗളത്തിനായി വളരെയധികം സമയം ചിലവാക്കുന്നു. ഇനി പരോപകാരിയായി മാറൂ. മായാജീത്ത് വിജയി ആകുന്നതിനോടൊപ്പം തന്നെ സർവ ഖജനാക്കളെയും വിധാതാവായി കൊണ്ട്, അർത്ഥം ഓരോ ഖജനാക്കളെയും കാര്യത്തിൽ ഉപയോഗിക്കൂ. സന്തോഷത്തിന്റെ ഖജനാവ്, ശക്തിയുടെ ഖജനാവ്, ശാന്തിയുടെ ഖജനാവ്, ജ്ഞാനത്തിന്റെ ഖജനാവ്, ഗുണങ്ങളുടെ ഖജനാവ്, സഹയോഗം നൽകുന്നതിന്റെ ഖജനാവ്, ഇവയെല്ലാം നൽകുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യുക. ഇപ്പോൾ വിധാതാവിന്റെ സ്ഥിതി അനുഭവം ചെയ്യുക, അർത്ഥം പരോപകാരി ആയി മാറുക. അപ്പോൾ അനേക ജന്മത്തിൽ വിശ്വരാജ്യ അധികാരിയായി മാറും. സ്ലോഗൻ: വിശ്വമംഗളകാരിയായി മാറണം എന്നുണ്ടെങ്കിൽ തന്റെ സർവ കുറവുകളെയും സദാകാലത്തേക്ക് വിട ചൊല്ലുക. അവ്യക്ത സൂചന: ലഗൻ ആകുന്ന അഗ്നിയെ പ്രജ്വലിപ്പിച്ചുകൊണ്ട് യോഗം ജ്വാലാരൂപമാക്കി മാറ്റൂ. ഏതുപോലെയാണോ രാജാവിന്റെയും പ്രജകളുടെയും സുരക്ഷിതത്വത്തിനു വേണ്ടി കോട്ട പണിയുന്നത്, അതുപോലെ താങ്കൾ കുട്ടികളും സ്വയത്തിനു വേണ്ടിയും സാഥികൾക്ക് വേണ്ടിയും അന്യ ആത്മാക്കൾക്ക് വേണ്ടിയും ജ്വാലാരൂപമാകുന്ന ഓർമ്മയുടെ കോട്ട പണിയൂ. ഓർമ്മയുടെ ശക്തിശാലി ജ്വാല ഓരോ ആത്മാക്കൾക്കും സുരക്ഷിതമായി അനുഭവപ്പെടും. ഓം ശാന്തി.